Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മളിപ്പോൾ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ EXPR കുറിച്ചും പഠിച്ചു. പിന്നെ ഡോളർ ഡബിൾ ബ്രാക്കറ്റ് വെച്ചിട്ടുള്ള മെത്തേഡും പഠിച്ചു. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. ഇത്ര നേരം നമ്മൾ ടെർമിനലിലാണ് നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. നമ്മളൊരു ഷെൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാം അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഫയൽ ഇല്ലെങ്കിൽ നമ്മൾ നേരെ നാനോ ടൈപ്പ് ചെയ്യുക, ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്താൽ ഫയൽ ഇല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ആവും ചെയ്യും, ഓപ്പൺ ആവും ചെയ്യും. അതിനുശേഷം ആദ്യക്ക് ഷെബാങ് ക്യാരക്ടർ കൊടുക്കുക, വിൻ ബാഷ്. അതിനുശേഷം നമുക്ക് പ്രോംപ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ എക്കോ യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റീഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം. റീഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ -p യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ടത്, എൻ്റർ ടു നമ്പേഴ്സ് num1 and num2 അതിനുശേഷം നമ്മൾ ആ രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളും കൂടി പ്രൊവൈഡ് ചെയ്യുക, num1 num2. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ കൊടുത്തു, അതായത് രണ്ട് നമ്പർ ഇപ്പോൾ നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യും. ആ രണ്ട് നമ്പർ num1ലേക്കും num2ലേക്കും സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിന്റെ സമ്മ് കാണണം. സമ്മ് കാണണമെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്ക് ഡോളർ ഡബിൾ ബ്രാക്കറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ ജസ്റ്റ് സ്റ്റോർ ചെയ്യണം, ഡോളർ ഡബിൾ ബ്രാക്കറ്റ്. ഇതാണ് മെത്തേഡ്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ സമ്മ് ആഡ് ചെയ്യുക. സമ്മ് ആഡ് ചെയ്യുക പറഞ്ഞാൽ രണ്ട് വേരിയബിൾ നമുക്ക് വന്നു, num1 num2. അപ്പൊ ജസ്റ്റ് ഡോളർ num1 ടൈപ്പ് ചെയ്താൽ ആദ്യത്തെ നമ്പറിന്റെ ആൻസർ കിട്ടും. അടുത്ത വേരിയബിളിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ num2 കൊടുക്കുക. അപ്പൊ റിസൾട്ടിലേക്ക് നമ്മൾ num1നെയും num2ത്തെയും ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ ഇവിടെ ഡോളറും കൊടുക്കാണ്ടും കൊടുക്കാം. നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് ഓർക്കാൻ നല്ലത്. അപ്പൊ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് എനിക്ക് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എക്കോ, അതിനുശേഷം സം എത്ര റിസൾട്ട് ആണ്, റിസൾട്ടുള്ള വേരിയബിൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഡോളർ യൂസ് ചെയ്യുക. ആ വേരിയബിളിന്റെ നെയിം എന്താ, റിസൾട്ട്, റിസൾട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റെഡി. ഇനി ഞാൻ ജസ്റ്റ് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഔട്ട് Ctrl+O ടൈപ്പ് ചെയ്യുക. ഫയൽ സെയിം ഫയലിനെ കൊണ്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക, Ctrl+X അടിക്കുക. ഇനി ആ ഫയല് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ബാഷ് ഫയൽ നെയിം ജസ്റ്റ് റൺ ചെയ്യുക. എൻ്റർ ടു നമ്പേഴ്സ് num1 and num2. ഞാൻ num1 45 ടൈപ്പ് ചെയ്തു, num2 114 ടൈപ്പ് ചെയ്തു. സം ഈസ് 59. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എത്ര കിട്ടി, 59. ഞാൻ അതേ സെയിം പ്രോഗ്രാം വീണ്ടും റൺ ചെയ്തു. നമുക്ക് വീണ്ടും രണ്ട് നമ്പർ റീഡ് ചെയ്യാം. അപ്പൊ വീണ്ടും രണ്ട് നമ്പർ റീഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു വരി ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. num1ഉം num2ന് പകരം num4ഉം num3ഉം ആക്കിയ, num4 num3. അതിനുശേഷം നമ്മളിപ്പോ ഡോളർ ഡബിൾ ബ്രാക്കറ്റ് വെച്ചിട്ട് ചെയ്തത്. അതിന് പകരം നമുക്ക് EXPR വെച്ചിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു കമാൻഡ്, EXPR പറഞ്ഞ ഒരു കമാൻഡ് ആണ്, ഇതൊരു മെത്തേഡാണ്. ഡോളർ ഡബിൾ ബ്രാക്കറ്റ് വെച്ചിട്ടുള്ളത് ഒരു മെത്തേഡാണ്. EXPR വെച്ച കമാൻഡ് വെച്ചിട്ടാണ്. EXPR വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് കമാൻഡിന്റെ ഔട്ട്പുട്ടാണ്. അപ്പൊ ആ കമാൻഡിന്റെ ഔട്ട്പുട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ കമാൻഡിന്റെ ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിനെയാണ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം വിചാരിക്കുക. ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് വേരിയബിൾ. അപ്പൊ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതിന്റെ അകത്ത് നമ്മൾ ഏത് കമന്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് ആ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് അരിത്തമാറ്റിക് ഓപ്പറേഷൻ അല്ലേ, അപ്പൊ EXPR കമന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ EXPR ടൈപ്പ് ചെയ്യുക. അതിനുശേഷം EXPR ടൈപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം. EXPRന് സ്പേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. EXPR ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സ്പേസ് കൊടുത്തു. ആദ്യത്തെ നമ്പർ num3 ആണ്. അപ്പൊ നമ്മൾ യൂസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും രണ്ട് നമ്പർ, num3ഉം num4. ആ നമ്പേഴ്സ് num3ലേക്കും num4ലേക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ആ വേരിയബിൾ സ്റ്റോർ ചെയ്ത നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ ഡോളർ യൂസ് ചെയ്യണം. അതായത് ഏതൊരു വേരിയബിളിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ അപ്പൊ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം, ഡോളർ num3. അതിനുശേഷം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ ടൈപ്പ് ചെയ്യണം, അതിനുശേഷം സ്റ്റാർ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം num4 ഇട്ടോണ്ടിട്ട് ഡോളർ num4 ടൈപ്പ് ചെയ്തു. ഇനി എനിക്ക് ഈ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എക്കോ പ്രൊഡക്റ്റ് ഈസ്
പ്രൊഡക്റ്റ് ഈസ് റിസൾട്ട് ആണ്. അപ്പൊ റിസൾട്ട് പറയാൻ ഒരു വേരിയബിൾ ആണ്. അപ്പൊ ആ വേരിയബിളിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഡോളർ റിസൾട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ പ്രോഗ്രാം നമ്മുടെ റണ്ണായി. നമുക്ക് ഇത് ജസ്റ്റ് സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഔട്ട് Ctrl+O, ജസ്റ്റ് അതേ ഫയൽ തന്നെ കൊണ്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം Ctrl+X അടിക്കുക. റൺ ചെയ്യണമെങ്കിൽ ബാഷ് file.sh ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റ്, ഷെൽ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. അതായത് ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത ഫസ്റ്റ് ലൈനാണ് എൻ്റർ 2 numbers num1 and num2. അപ്പൊ ഞാൻ 2 നമ്പർ ടൈപ്പ് ചെയ്തു, 45, 55. അപ്പൊ അതിന്റെ അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, എക്കോയിലുള്ളത് സം ഈസ് 100. അതിന്റെ അടുത്ത ലൈൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു, അതായത് എൻ്റർ 2 numbers number 3 and number 4. അപ്പൊ വീണ്ടും അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് 2 നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നു. അപ്പൊ ഞാൻ 12 ടൈപ്പ് ചെയ്തു, 8 ടൈപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടി? പ്രൊഡക്റ്റ് ഈസ് 96. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ഈ XPR വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഡോളർ ബ്രാക്കറ്റ് വെച്ചിട്ട് ഒരു വേരിയബിളിലേക്ക് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പൊ ഒരു ഈ രണ്ട് മെത്തേഡുകൾ നമ്മളൊരു ഷെൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിൽ എഴുതുന്നത് എങ്ങനെയാണ്.